കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കുക. നിർത്താ പ്രസംഗം. കുറച്ചുകൂടെ നന്നാകാനുണ്ട്. നിർത്താ നുണ. സുവിശേഷകരാന്ന് പറഞ്ഞ നാട്ടുകാരെ കളിപ്പിക്കുന്ന ഇടപാട് നിർത്ത. സഭയാന്ന് പറഞ്ഞ് ദുരുപദേശം പറയുന്നത് നിർത്ത. എല്ലാ ഞായറാഴ്ചയും ബലി കഴിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലായി എന്നേക്കുമായി യേശു യാഗമായി തീർന്നത്, വീണ്ടെടുക്കപ്പെട്ട ജനമായി ഇവിടെ നിൽക്കുന്നത്. യേശു ജീവനോട് കൂടെ ഇന്ന് പകലും പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. അവൻ മരിച്ചിട്ടില്ല, പ്രായമായി തീർന്നിട്ടില്ല. അവന്റെ രക്തം ഇന്നും ചൂടോടെ അവിടെ സംസാരിച്ചുകൊണ്ടായിരിക്കുന്നത്. നീ പാപിയായിരുന്നു, വീണ്ടും ജനിച്ചപ്പോൾ അതെന്നേക്കുമായി പിതാവ് മറന്നു. വീണ്ടെടുക്കപ്പെട്ടവൻ പാപം ചെയ്യത്തില്ല, ചെയ്യും. അവൻ വീണ്ടും വരും. പക്ഷെ അവന്റെ പുറത്ത് പിശാചിന് അധികാരമില്ല. നിങ്ങൾ പറയും അങ്ങനെയാണെങ്കിൽ തങ്ങുപാസ്റ്ററെ ഞങ്ങളെല്ലാം പാപം ചെയ്യട്ടെ. തന്റെ ഇടം പോയി പാപം ചെയ്യും. ക്രിസ്തുവിന്റെ ജീവനുള്ളവന് പാപം ചെയ്യുവാൻ പറ്റത്തില്ല. തന്റെ ഇടം ഉണ്ടെങ്കിൽ പാപം ചെയ്യാൻ നോക്ക്. ക്രിസ്തുവിന്റെ ജീവൻ നിന്നിൽ വന്നു കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കല്ല, നീ അനാഥനല്ല. യേശുവിന്റെ സ്നേഹം നിന്നെ പിടികൂടും. അന്യരും പരദേശികളും ജാതികളായിരുന്ന സമയത്ത് പാപത്തിനകത്ത് മുഴുകിക്കിടന്നപ്പോൾ നിങ്ങൾക്കും എനിക്കൊരു മധ്യസ്ഥൻ വേണമായിരുന്നു. അതായിരുന്നു യേശു. ഇന്നവൻ ആ മധ്യസ്ഥനല്ല. വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിന് വേണ്ടി യേശു മധ്യസ്ഥനല്ല. അവൻ സദാ ജാഗരിച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹീസ് ആൻ ഇന്റർസെസർ. റോമർക്ക് എഴുതിയ ലേഖനം 8:34 പറയുന്നു, ആര് നിന്നെ കുറ്റം ചുമത്തും? ഒരു പിശാചിനോ മനുഷ്യനെയോ നിന്നെ ഇനി കുറ്റം ചുമത്താൻ പറ്റത്തില്ല. റോമർ 8:34 പറയുന്നു, who can condemn us? നിന്നെ ആർക്കാ കുറ്റം ചുമത്താൻ പറ്റുന്നത്? അവനല്ല മരിച്ചത്, യേശുവാ മരിച്ചത്. യേശു ഉയർത്തെഴുന്നേറ്റു, സദാ ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു. Be bold, be bold, be bold, be bold. ഹല്ലേലൂയ. പിശാചിന്റെ ഇഷ്ടം എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് പകലും നീ പാപിയാണ്, നിന്നെ കൊണ്ട് ഗുണമില്ല എന്ന് പറയുമ്പോൾ ഇന്ന് കൊടഞ്ഞെഴുന്നേറ്റോണം. പിശാചിനോട് പറയണം, നിനക്കെന്താടാ ഇവിടെ കാര്യം? നിനക്കെന്താ കുടുംബക്കാര്യം? എന്റെ കുടുംബ അഡ്വക്കേറ്റ് അവിടെ ഉണ്ട്, കൃപാസിംഹാസനത്തിന്റെ അകത്ത്, പിതാവിന്റെ വലത്ത് ഭാഗത്ത് എന്റെ അഡ്വക്കേറ്റ് അവിടെ നിൽക്കുന്നത്, എന്റെ മധ്യസ്ഥന നിൽക്കുന്നത്. ദൈവവചനത്തിൽ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനം വരെയും കൊണ്ടുപോകും. ഈ സഭയിലെ ഒരൊറ്റ കുഞ്ഞ് നഷ്ടപ്പെടുത്തില്ല. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ നഷ്ടപ്പെടുത്തില്ല. താൽക്കാലികമായി അവൻ പിതാവിന്റെ മാറിയെങ്കിലും എന്റെ കർത്താവ് അവനെ പിടിച്ചെടുത്തിരിക്കും. ഞാൻ പ്രസംഗിക്കുന്ന രാജ്യം ബലമുള്ള രാജ്യമാ. ഞാൻ പ്രസംഗിക്കുന്ന രാജ്യം സകല അധികാരമുള്ള രാജ്യമാ. ഈ രാജ്യത്തിലെ അധിപന്റെ പേരാണ് യേശു. ഇന്നലെ അവൻ അറക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു, ഇന്നവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാ. ഇന്നലെ അവൻ കരഞ്ഞെങ്കിൽ ഇന്നവൻ ഗർജിക്കുന്ന സിംഹമാ. ഇന്നലെ അവനെ അടിച്ചെങ്കിൽ ഇന്നവൻ അടികൊടുക്കുന്നവനാ. ഇത് എന്റെ രക്തം, ഇത് എന്റെ രക്തം, നിങ്ങൾ പാനം ചെയ്യുവീൻ. ഹല്ലേലൂയ. ഇത് പുതിയ നിയമത്തിൽ എന്റെ രക്തം.
ഇന്ന് പകൽ ഈ ടെന്റിൽ നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ സാത്താന്റെ അടിസ്ഥാനത്തെ പൊട്ടിക്കുന്നത്, കടബാധ്യതയുടെ അടിസ്ഥാനത്തെ പൊട്ടിക്കുന്നത്, ഇന്ന് നിങ്ങളൊന്നും ചെയ്യുവാനില്ല. യേശുവേ ജീസസ് 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 ഓ ജീസസ്. അവന്റെ നാമത്തിൽ മുഴങ്കാലുകൾ മടങ്ങും. അവന്റെ നാമത്തിൽ എല്ലാവരും ഏറ്റുപാടിയേ പറ്റത്തുള്ളൂ. അവൻ രാജാധിരാജനും അവൻ കർത്താധികർത്തനും അവന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നവനും ഇന്ന് പകൽ ആ യേശു നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. യേശു എന്ന യാഗം അർപ്പിക്കപ്പെട്ടതോടെ ഇസ്രായേൽ അനാഥനെ പോലെയായി. പുതിയ നിയമം ഇസ്രായേൽ ജനത്തിന് ദേവാലയത്തിൽ ഇറങ്ങുന്ന മഹത്വത്തെ കണ്ട്, ദേവാലയത്തിനകത്തെ തിരശ്ശീലകളെ കണ്ട്, ഇസ്രായേൽ ജനത്തിന് ദേവാലയത്തിനകത്തെ മെഴുതിരി കാല് കണ്ട് രസിച്ചെങ്കിൽ, പുതിയൊരു ആരംഭം തിരശ്ശീലകളെ കീറിക്കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ വരിക എന്ന് പറഞ്ഞ് ആ മഹത്വം അതിവിശുദ്ധ സ്ഥലത്തല്ല ഇറങ്ങിയത്. ആ മഹത്വം നിങ്ങളുടെ മേലും എന്റെ മേലും ഇറങ്ങി. ഇന്ന് ദേവാലയത്തിന്റെ അകത്തല്ല, തിരുവീഥികളിൽ, പരസ്യ യോഗങ്ങളിൽ, ഈ സഭയിൽ ദൈവത്തിന്റെ മന്ദിരം പ്രസംഗിക്കപ്പെടുന്നു. പിടികിട്ടുന്നില്ല അല്ലേ? ഈ ടെന്റിന്റെ അകത്തിരിക്കുമ്പോൾ, ദേവാലയത്തിന്റെ അകത്തിരിക്കുന്ന പോലെ തിരശ്ശീല കാണത്തില്ല. പക്ഷെ മഹത്വം ഇവിടെ ആയിരിക്കുന്നത്. ദേവാലയത്തിനകത്ത് ആടിന്റെ കരയുന്ന ഒച്ചൻ കേൾക്കത്തില്ല. എന്നാൽ നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ സാധിക്കും.